ഉദ്ഘാടനം ചെയ്യാനാണ് ഇവിടെ മാഡം എത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ അവസരത്തിൽ GM കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. ഹലോ, പൂനെയിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, കൂട്ടായ്മകളുണ്ട്. കേരളത്തിന് പുറത്തായിട്ടും അതുപോലെ മറുനാട്ടിലും ഒരുപാട് കൂട്ടായ്മകളുണ്ട്. ഈ പല കൂട്ടായ്മകളിൽ ഞാൻ അംഗമാണ്. അവിടെയൊക്കെ സാധനം നടക്കുന്നത് ഒന്നുകിൽ കലാപ്രവർത്തനങ്ങൾ, കലാസാഹിത്യം, എഴുതാം, വായിക്കാം, പാട്ട് പാടാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ വെറും എന്താ പറയുക ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രം, എല്ലാം പൈസ പിരിച്ചുള്ള പരിപാടികൾ. അങ്ങനെ ടോട്ടലി നമ്മൾ നോക്കുമ്പം പലപ്പോഴും നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. പക്ഷെ GM എന്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു? എന്തുകൊണ്ട് ഒരു 10 വർഷം വരെ, ഇത് 10ാം വാർഷികങ്ങൾ ആവശ്യിക്കുകയാണ്, എന്തുകൊണ്ട് 10 വർഷം വരെ നിലനിന്നു എന്നതിനെ കുറിച്ച് 2 വാക്ക് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാതെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ മാഡത്തിനോ ഇവിടെയുള്ള പലർക്കും അറിയില്ലായിരിക്കും. അപ്പൊ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കിയിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ തുടക്കം സംഗീത് നമ്പ്യാർ എന്ന ഒരു നന്മ മനസ്സിൽ വരുന്ന ചെറിയൊരു ആശയമാണ്. സംഗീതിൻ്റെ അമ്മ നന്നായിട്ട് പാട്ട് പാടും, പക്ഷെ അവർക്ക് ഒരിക്കലും വേദികൾ കിട്ടിയില്ല. അപ്പൊ അതൊരു വളരെ മനസ്സിന് വിഷമമുള്ള കാര്യമാണ്. അതുപോലെ ഇപ്പൊ നാട് വിട്ട് സംഗീതോടെ വന്നപ്പോൾ കണ്ടു പല സ്ഥലത്തും ഇതുപോലെ അമ്മമാര് അടുക്കള ചുവരുകൾക്കിടയിൽ ഒരുപാട് സാഹിത്യം പാടാനും ഡാൻസ് കളിക്കാനും അതുപോലെ എല്ലാ കഴിവുള്ള പലരും ഒതുക്കിക്കൊള്ളുന്നു, വീർപ്പുമുട്ടുന്നു. അവർക്കൊരിക്കലും അവരുടെ അവസരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇങ്ങനെ വേദി കിട്ടാറില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് അദ്ദേഹത്തിന്റെ ഒരു ഔദാര്യം തന്നെയാണ്. കാരണം ഇങ്ങനൊരു വേദി നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നന്മയോട് ചേർന്ന് ഒരുപാട് പേര് അവരുടെ കൂട്ടത്തിൽ കൂടി. എല്ലാവരും നമ്മളിവിടെ സാറിന് അംഗങ്ങളാക്കാറില്ല. ആത്മാർത്ഥമായും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നവർ മാത്രമേ ഇവിടെ അംഗങ്ങളായിട്ടുള്ളൂ. ഇടയിൽ നമുക്ക് ഈ 10 വർഷം കൊണ്ട് ഒരുപാട് ലക്ഷം അംഗങ്ങളെ ചേർക്കാമായിരുന്നു. പക്ഷെ അതിന് നമ്മൾ ഇവിടെ മുതിർന്നിട്ടില്ല. കാരണം ഇതാണ്, നമുക്ക് ക്വാളിറ്റി സാധനം മതി, ഒരുപാട് വേണം. അപ്പൊ അതുപോലെ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസരം. രാവിലെ തുടങ്ങി നമ്മൾ ഭക്തിഗാനത്തോട് തുടങ്ങി. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടാണ് കുറച്ചുകൂടി മേഡം വരുന്നതിന് പാരായണയിലൂടെ രാമായണമായാലും മഹാഭാരതമായാലും. അപ്പം പ്രായമുള്ളവർക്ക് അതിനുള്ള അവസരം, പ്രായമുള്ളവർ മാത്രമാണ് ഭക്തിയിലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അവർക്കൊരു മനസ്സിന് ആശ്വാസമായിരിക്കുക. ഇത് നമുക്ക് ഇഷ്ടംപോലെ പാട്ട് പാടാം, ഇതുപോലെ കലാപരിപാടികൾ ഇവിടെ ഇപ്പോഴും നിങ്ങൾ കണ്ടു. കുട്ടികൾ എല്ലാം കുടുംബിനികളാണ് അധികവും. അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് കലയ്ക്ക് വേണ്ടി അത്രയും സ്നേഹിച്ച് ചെയ്യുന്നവര്. അപ്പൊ അവരൊക്കെ ചേർത്തിണക്കി മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാര്യമല്ല. എല്ലാവരും തയ്യാറാണ്. ഇതിൽ പലരും ജോലി ചെയ്യുന്നവരാണ്. ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നീട് ഇതിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് ഇപ്പൊ നിങ്ങൾക്കറിയാം പല നാടകങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിലാണ്. പല ദേശത്തിലും ദൂരത്തിൽ കിടക്കുന്ന ആളുകളൊക്കെ ചേർന്ന് ഓൺലൈൻ രജിസ്റ്റർ നടത്തിയിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു നാടകം സംഘടിപ്പിച്ചത്. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ത്യാഗമുണ്ട് ഓരോ ആൾക്കാരും. അതുപോലെ എന്തുകൊണ്ടാണ് നമുക്കൊരു ആത്മാർത്ഥത തോന്നുകൊണ്ടാണ് എല്ലാവരും അതുപോലെ ചെയ്യുന്നത്. അതുപോലെ ഒരുപക്ഷെ പ്രായത്തിലിടപെട ഒരുപാട് ഇളയതാണെങ്കിലും ചിന്തയിൽ ഒരുപാട് ഉയർന്നിരിക്കുന്ന മനുഷ്യൻ. ഇതിപ്പോ ഞാൻ പറയുന്നത് കലയെ സാഹിത്യം മാത്രമല്ല, ഒരു ആതുര സേവനത്തിലായാലും അതുപോലെ മറ്റുള്ളൊരു ദുഃഖം നമ്മുടെ ഇതിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാലും തീർച്ചയായിട്ടും ഇടപെടുകയും ഒരുപക്ഷെ സ്വന്തം പല കാര്യങ്ങളും വിട്ടിട്ട്, കുടുംബകാര്യങ്ങൾ വിട്ടിട്ട് അതിന് പിന്നെ പോവുകയും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്യും. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പായിട്ടല്ല, ഒരു കുടുംബമായിട്ടാണ് ഗോൾഡൻ മെലോഡീസ് ഇന്ത്യ വരെ പോയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പൊ ഈ യുദ്ധം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇനി ആൾക്കാർ പുറത്തുനിന്ന് വരാനുണ്ടായിരുന്നു. ഇതൊക്കെ യാത്ര മുടങ്ങി. എങ്കിലും ഇവിടെ ഉള്ളവര് ആത്മാർത്ഥമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അതിന് സേവനം അതുപോലെ ആർക്കെന്ത് പ്രശ്നം വന്നാലും അവരെ കൈപിടിച്ച് ഒന്നിച്ചേരാൻ നിന്നിട്ട് ചെയ്യും. പക്ഷേ ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത, നമ്മൾ ഒരിക്കലും പുറമെ ഒരാളെയും ഒരു ധനസഹായത്തിന് നമ്മൾ കൈ അവർക്ക് ചോദിക്കാറില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മളെ സ്നേഹിച്ച് ആത്മാർത്ഥ നിൽക്കുന്ന അവരുടെ മാത്രം, അതൊന്നും
സംഭരിക്കുന്ന അത് വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യത്തിന് 10 വർഷം ഇതുവരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തമാശയാണ്. തീർച്ചയായും അതിനുവേണ്ടി നമുക്കൊരു വലിയ കൈയടി സംഗീത നമ്പ്യാർക്ക് കൊടുക്കാം. അപ്പൊ ഇനിയും ഇതുപോലെ നമുക്ക് പ്രവർത്തനം നടത്താൻ പറ്റട്ടെ, മുന്നോട്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ അങ്ങനെയുള്ളൊരു ചെറുതാണെങ്കിലും ഒരുപാട് ബൃഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സംഘടനയ്ക്ക് വേണ്ടി ആ ഉദ്ഘാടനത്തിലാണ് നമ്മുടെ മാഡം വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്കും ഓർഗനൈസിക്കാം. താങ്ക് യു വെരി മച്ച്.